ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്റെ മോർണിംഗ് റൂട്ടീനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് നെല്ലിക്ക വാങ്ങാൻ കിട്ടുന്നുണ്ട്. നെല്ലിക്കയുടെ സീസൺ ആണ്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നെല്ലിക്ക വെച്ചൊരു അരിഷ്ടം കൂടെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവിടെ രാവിലെ ഒരു 6:30 ആയിട്ടുള്ള നല്ല തെളിഞ്ഞ പ്രഭാതമാണ്. സൂര്യനെ കുതിച്ചു വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ വീട്ടിലെ ജോലികളിൽ ഞങ്ങൾ വളരെ രാവിലെ തന്നെ ആരംഭിക്കും. ചേട്ടൻ രാവിലെ പച്ചക്കറികളൊക്കെ നനക്കാൻ തുടങ്ങി. ഞങ്ങൾ കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ 5:30 നടക്കാൻ പോകുമായിരുന്നു. ഇപ്പൊ കൊറോണയും മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നടക്കലൊക്കെ നിന്ന്. അപ്പൊ ഞാൻ രാവിലെ ഒരു 10-20 മിനിറ്റ് ടെറസിലോ അല്ലെങ്കിൽ താഴെ ഓപ്പൺ ടെറസിലോ കുറച്ച് സമയം നന്നായിട്ട് നടക്കും. അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയുള്ളു. ഇപ്പൊ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗാർഡനൊക്കെ ആകെ മോശമായി. ഇപ്പൊ രണ്ടാമതെല്ലാം റീപ്ലാന്റ് ചെയ്യുകയും റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യുകയാണ്. നല്ല വയലറ്റ് കളറുള്ള വഴുതനങ്ങ നല്ല മൂത്ത് നിൽപ്പുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ എടുത്തിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. നമുക്കിവിടെ 4 വെറൈറ്റി വഴുതനങ്ങ ഉണ്ട്. ഉണ്ട വയലറ്റ് വഴുതനങ്ങ, നീളമുള്ളത്, അതുപോലെ തന്നെ പച്ച 2 വെറൈറ്റി ഉണ്ട്. നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു 5-6 വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കിലോ വഴുതനങ്ങ ഉണ്ടാവും ഇത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലെ കുടിക്കാനുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ രാവിലെ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. നേരത്തെ ഞങ്ങൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ തേൻ ഒഴിച്ചിട്ടാണ് കഴിച്ചിരുന്നത്. ഇപ്പൊ ഇത് വെറുതെ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഉപ്പോ അതുപോലെ പഞ്ചസാര ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചിലപ്പോൾ പഞ്ചസാര ഉപ്പൊന്നും ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ട്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരു ശീലമാവും. അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കുന്നതോടെ നമുക്ക് ബ്ലഡ് ഷുഗർ കുറക്കാനും ഡൈജഷൻ കൂട്ടാനും അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ അത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 പേർക്കുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഞാൻ ബാൽക്കണിയിൽ ഇങ്ങനെ നടക്കും. ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ ചെറിയ റോഡാണ്. അപ്പൊ മീൻകാരൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും വരും. കുറച്ച് സമയമൊക്കെ അതൊക്കെ ഞാൻ നോക്കി നിൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ രാത്രി കടല കുതിർത്ത് വെച്ചതാണിത്. ഈ കടല ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. കടല കഴുകിയെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കുറച്ച് കറിവേപ്പിലയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി കടല ഒന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊരു 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഞാൻ കടലയുടെ കൂടെ പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ കുറെ ജോലിത്തിരക്ക് കാരണം ഞാൻ ഇന്ന് കഞ്ഞിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുള്ള മട്ട അരി ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മളിവിടെ പുട്ടും കടലയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്കിപ്പോ മാങ്ങ അച്ചാറും നെല്ലിക്ക അരിഷ്ടമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ കുറെ സമയം പോകും. അതാണ് ഞാനിപ്പോ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലും ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടി അതിൽ നിന്ന് ഊറ്റി വെക്കും. പണി കുറച്ച് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന്. ഈ കഞ്ഞി കടലയും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കടല ഞാൻ കഞ്ഞിക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മട്ടേരി ആകുമ്പോഴത്തേക്ക് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പൊ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 5 ലിറ്ററിന്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വേവിച്ചെടുക്കണം. ഞാൻ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കർ മൂടി അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി ഒരു 3 വിസിലൊക്കെ കൊണ്ട് വെന്ത് കിട്ടും. അരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിന്റെ സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കടല പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കയ്യിലെടുത്തൊരു കടലയെടുത്ത് നമുക്ക് അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇതാണ് പാകം. അല്ലെങ്കിൽ കടല നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത്ര ടേസ്റ്റ് കാണില്ല. ഇത് പാകത്തിന് വേവിച്ചെടുക്കണം. കറിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാലപ്പൊടികളാണിത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടി. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ സവാള അരിഞ്ഞത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
പാൻ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. സവാള ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള സോഫ്റ്റ് ആയിട്ട് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇൻഗ്രീഡിയൻസിന്റെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പൊ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാല എല്ലാം മൂത്തൊരു നല്ല മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഞാൻ ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കടല ചേർത്തിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിന്റെ മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറി കൂടുതൽ വറ്റി ഡ്രൈ ആയി പോകരുത്, ഒരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ അരി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ള ചോറ് ഞാൻ ഊറ്റി മാറ്റുന്നുണ്ട്. ഇപ്പൊ ലഞ്ചിനുള്ള ചോറ് ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കഞ്ഞിയുമായി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയും റെഡിയായി വന്നിട്ടുണ്ട്. കടല വെള്ളമെല്ലാം വറ്റി ഒരു കുറുകിയ പാകത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. കൂടുതൽ കുറുകി പോകരുത്, കുറച്ച് ഗ്രേവിയോടുകൂടെ ഇതുപോലുള്ള ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി കടലയുടെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞിയും കടലയും റെഡിയായി കഴിഞ്ഞ് ഇനി റെഡിയായ കഞ്ഞിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിരടി പിഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കും കഞ്ഞിക്ക് അസാധ്യ ടേസ്റ്റാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ കഞ്ഞിയും കടലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ തിരക്കുള്ള സമയങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിൽ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ കുറേ ജോലിയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ സൂത്രപ്പണികളൊക്കെ ചെയ്യും. കഞ്ഞിയും കടലയെല്ലാം ഞാനിവിടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്കിവിടെ നെല്ലിക്ക കുറേ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കൊണ്ട് ഞാൻ ആദ്യം വൈനുണ്ടാക്കാമെന്നാണ് കരുതിയത്. പിന്നെ അവർ നോക്കിയപ്പോഴത്തേക്കും കുറേ ശർക്കര ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് അരിഷ്ടം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നെല്ലിക്കയെല്ലാം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 2 കിലോ നെല്ലിക്കയാണ്. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ബ്ലാക്ക് റൈസിൻസും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ കറുത്ത ഉണക്ക മുന്തിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. വലിയ കട്ടയൊക്കെ ആണെങ്കിൽ പതുക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചീകി എടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഞാനിത് കല്ലിൽ വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. 2 കിലോ നെല്ലിക്കയ്ക്ക് 2 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വയലിൽ നമ്മൾ കുറച്ച് സ്പൈസസും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്ക, 4 ഗ്രാമ്പ്, 2-3 കഷ്ണം പട്ട. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഭരണിയൊന്നും ഇല്ലെങ്കിൽ വലിയ ഗ്ലാസ് ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഇടാം. അതിലേക്ക് നമുക്ക് ആദ്യം കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്കയിൽ നിന്ന് കുറച്ച് നെല്ലിക്ക ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നെല്ലിക്ക ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. വീണ്ടും ശർക്കരയും സ്പൈസസും ഉണക്കമുന്തിരിയും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഭരണിയിൽ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതിൽ 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഭരണിയുടെ പുറത്തൊരു തുണി വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് അതിൻ്റെ മൂടി വെക്കുക. അതിൻ്റെ പുറത്ത് നമ്മളൊരു ടവൽ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി മാറ്റി വെക്കണം. നമ്മളിത് കെട്ടി ഒരു 41 ദിവസം മാറ്റി വെക്കണം. അപ്പം എല്ലാ ദിവസവും നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പം നെല്ലിക്ക അരിഷ്ടത്തിൻ്റെ വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. ഇതിപ്പോൾ ഒത്തിരി പേര് എന്നോട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതും കൂടി കുപ്പിയിലാക്കി വെക്കുകയാണ്.
അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ പിടിച്ചില്ല, കാരണം നമ്മളിത് നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇതൊരു നല്ല റെസിപ്പിയാണ്, ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, ഒത്തിരി വ്യൂസുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണിത്. അച്ചാർ കുപ്പിയിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അച്ചാർ കുറേ നാൾ നമുക്ക് കേടുകൂടാതെ പൂപ്പലൊക്കെ പിടിക്കാതെ ഇരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പം എല്ലാവരും ഇത് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക്